ഉദാരഹാരം മാറി ഓക്കെ മഴ കാരണം പെയ്യട്ടാ. ഇത്രയും നാള് ഭയങ്കര ചൂടല്ലായിരുന്നോ? 40-41 ആയിരുന്നോ? പെയ്യട്ടേ. അല്ല ഇന്ന് ഒന്ന് പണിക്ക് പോകാന്ന് വിചാരിച്ച അന്നേരം മഴ. പിന്നെ ഇന്ന് റെഡ് അലേർട്ടാ. എല്ലാരും അവൻ പണിക്ക് പോകുന്നു. എന്നാ വിശേഷം? എന്നാ വിശേഷം ഇരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പിഴക്കണമെന്നോ? ഇങ്ങനെ അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയോ? അല്ലാതെ പണിക്കും തിരക്കൊന്നും പോകരുത് കേട്ടാ. എടാ ഉണ്ണി, നിന്റെ അപ്പൻ ഇപ്പോഴും പണിക്കൊക്കെ പോകുന്നുണ്ടല്ലോടാ. ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ഇതിനൊക്കെ എനിക്ക് എവിടെയാണ്? നിനക്ക് നേരമില്ലല്ലോ. നിനക്ക് ഇങ്ങനെ 4 നേരം ഞാൻ കൊണ്ട് നടന്നാ മതിയല്ലോ. വരുന്നത് നമ്മുടെ കേണലല്ലേ? ഏത്? നമ്മുടെ തള്ളുമത്തായിയോ? എന്റെ ദൈവമേ, ഈ മാറണൊക്കെ ഇങ്ങോട്ടാണോ വരുന്നത്? എവിടെയൊന്ന് ഒളിക്കുന്നു. രാഘവ്, മിസ്റ്റർ രാഘവ്, ഇവിടെ വരൂ. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. സച്ച് ബോൾന, ഛൂട്ട് മത് ബോൾന. രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാരനാണ് ഞാൻ. എന്റെ നാട് നൽകാൻ ഞാൻ സമ്മതിക്കില്ല. തന്നെ പോലുള്ളവരാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരെ പിടിച്ചിരിക്കുന്നത്. അയ്യോ കേണൽ സാറേ, എന്താ ഈ പറയുന്നത്? ഞാൻ മനസ്സാവാതെ അറിയാൻ മേലാത്ത കാര്യങ്ങളാണല്ലോ സാറേ പറഞ്ഞൊക്കെ. ഇവനേതാണ്? ഇവനെ പോലെ ജോലി കൂടിയില്ലാത്തവനെ പിടിച്ചു നിർത്തുന്നത് താങ്കളല്ലേ? അയ്യോ സാറേ, ഞാൻ ഉണ്ണി. ഞാൻ ഈ നാട്ടുകാരനാണ്. ഉണ്ണിയാ? ഏതുണ്ണി? നീ എവിടുത്തെയാ? അതെ, ഞാൻ ആ അക്കരപ്പുറമില്ല മാധവന്റെ മകൻ. ഏത്? നീ ആ അക്കരപ്പുറമിലെ മാധവന്റെ മകനാണോ? നിന്നെ ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് മാറിക്കടാ. എടാ, നിന്റെ ഈ പ്രായത്തിൽ ഞാൻ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമായിരുന്നു. നീ നിന്റെ വീടിന് വേണ്ടിയാലും അധ്വാനിക്കുന്നുണ്ടോ? എടാ, നീ നിന്റെ അപ്പനെ ജോലിക്ക് വിട്ട് വീട്ടിലിരുന്ന് കള്ളച്ചോറ് തിന്നുമല്ലേ? നിങ്ങൾ എന്റെ മകനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവനിപ്പോ എന്റെ നാട്ടിലുണ്ടോ അതോ വിദേശത്താണോ? അതാണ്, അവനിപ്പോൾ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. വീട് വിട്ടാൽ സ്കൂള്, സ്കൂള് വിട്ടാൽ വീട്. അവനെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അറിഞ്ഞു. എന്നാ മറ്റേ ഇയാള് ഇമ്മ വലിയ പട്ടാളച്ചിട്ടല് പിള്ളേരെ വളർത്തിയാല് പിള്ളേരും എല്ലാം കേൾക്കൂ. അതൊക്കെ ശരിയാ. അയാള് ഭയങ്കര കർക്കശക്കാരനല്ല, ഭയങ്കര. ഇതാ നമ്മുടെ കേണല്. നമുക്കൊന്ന് കേറി. അയ്യോ കാര്യമൊന്നും. സാർ, എന്ത് പറ്റി? നിങ്ങൾക്കറിയാലോ എന്റെ മോനെ. അവനെ ഞാൻ എങ്ങനെ വളർത്തിയതോ. അവനെന്നാ പറ്റി? കള്ളും കഞ്ചാവും അടിച്ചു അവനേതോ ജയിലിലാന്നാ പറയും. സാറിന്റെ മോനോ? എന്റെ മോൻ. സാറെ, വിഷമിക്കാതിരിക്കും. നമുക്ക് എന്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമല്ലോ. അവനിവിടെ എന്തിന്റെ കുറവായിരുന്നു? അവനെ ഞാൻ എങ്ങനെയാ വളർത്തിയത്? അവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തില്ല. സാറ് പറയുന്നുണ്ടല്ലോ അവൻ എന്തിന്റെ കുറവായിരുന്നു, അവൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത്. അവനെ സാർ ഇങ്ങോട്ട് നോക്കി, ഈ ഗേറ്റിന് വെളിയിലേക്ക് സാർ അവനെ ഒറ്റയ്ക്ക് വിടുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ ഈ സമൂഹത്തിലെ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് അറിയാം? അവൻ ഈ സൊസൈറ്റി താമസിക്കുന്നവരല്ലേ? അവനെ ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ലല്ലോ. അവന് വേറെ ഗുണം എന്നാ ദോഷം എന്നാ തിരിച്ചറിയാനുള്ള ഒരു വകതിരിവുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അവൻ ദുർവിനിയോഗം ചെയ്തു. സാറേ, നമ്മുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരുപാട് ലോകപരിചയവും അറിവും ഉള്ളവരുണ്ട്. പക്ഷേ വകതിരിവില്ല. അവർക്ക് എന്നീ വകതിരിവ് വരുന്നോ അന്നേ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും.